ഗുഡ് മോർണിംഗ്. വോയിസ് ക്ലിയർ ആണോ? സ്ലൈഡ് കാണുന്നുണ്ടോ? വേണമല്ലേ? എപ്പിസോഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസെറ്റസോളമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് ഏത് കാറ്റഗറിയിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അസെറ്റസോളമൈഡ് ഒരു ഡയൂററ്റിക് ആണോ, ഒരു കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണോ, യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമയാണോ, അതോ ഇതെല്ലാം ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അസെറ്റസോളമൈഡ് എന്ന് പറഞ്ഞാൽ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അസെറ്റസോളമൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയൂററ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയൂററ്റിക് നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയത്തിന്റെയും വാട്ടറിന്റെയും എക്സ്ക്രീഷൻ കൂട്ടുന്ന ആൾക്കാരാണ് ഡയൂററ്റിക്സ്. സോ അസെറ്റസോളമൈഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ H+ന്റെ അവൈലബിലിറ്റി കുറച്ചുകൊണ്ട്, അതായത് H+നെ സോഡിയവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഈ കാർബോണിക് അൻഹൈഡ്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതോടെ തടയാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് അസെറ്റസോളമൈഡ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ടും വാട്ടറും സോഡിയവും ഒക്കെ നമ്മുടെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തു പോകും. ഓക്കെ, സോ അതേപോലെ ഇൻട്രാ ഓക്കുലർ ടെൻഷൻ, IOP, ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറച്ചുകൊണ്ടാണ് ഗ്ലൂക്കോമയിൽ അസെറ്റസോളമൈഡ് ആക്ട് ചെയ്യുക. സോ ഫസ്റ്റ് വൺ അസെറ്റസോളമൈഡ് എന്ന് പറയുന്നത് ഡയൂററ്റിക് ആണ്, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്, ഗ്ലൂക്കോമയിലും യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്, നമുക്ക് ഈ ഓപ്ഷൻ്റെ അകത്ത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്സിസൈക്ലിൻ, അസിത്രോമൈസിൻ, ആംബിസിലിൻ. ഇതിനകത്ത് അസിത്രോമൈസിൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. അസിത്രോമൈസിൻ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. നമ്മൾ AC500 എന്നൊക്കെ പറഞ്ഞ് OTC ആയിട്ട് പോലും പോയി കളക്ട് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് അസിത്രോമൈസിൻ. ഓക്കെ, നെക്സ്റ്റ് ആംബിസിലിൻ. ആംബിസിലിനും അതുപോലെ തന്നെ നമുക്ക് ഗ്രാം നെഗറ്റീവിനും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കും അവർക്ക് രണ്ടു പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൈക്ക് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ഓക്കെ, സോ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിനകത്താണ് ഡോക്സിസൈക്ലിനും അസിത്രോമൈസിനും ആംബിസിലിനും എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും ഓർഗാനിസവും അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. സോ ഡോക്സിസൈക്ലിനും അസിത്രോമൈസിനും ആംബിസിലിനും ബ്രോഡ് സ്പെക്ട്രം ആണ്. ഈ ഡോക്സിസൈക്ലിൻ കേട്ടിട്ടുണ്ടോ? എവിടെയാണ് ഡോക്സിസൈക്ലിൻ ഉപയോഗിക്കുന്നത്? ഡോക്സി നമുക്ക് ആ ഒരു ഫ്ലഡ് ഒക്കെ വന്ന സമയം നമ്മളെല്ലാവരും ഒരു പ്രൊഫൈലാറ്റിക് മെഡിസിൻ കഴിച്ചായിരുന്നു, ഡോക്സി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലെപ്റ്റോസ്പൈറോസിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് കഴിച്ചിരുന്നു അല്ലെ. സോ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ് നമ്മുടെ ഈ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. Next one, an antidote to treat morphine poisoning. ആന്റിഡോട്ട് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്നാലും ബേസിക് ആയിട്ട് കുറച്ച് ആന്റിഡോട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമാണ് മോർഫിന്റെ ആന്റിഡോട്ട് ഏതാണ് എന്നുള്ളത്. മോർഫിന്റെ ആന്റിഡോട്ട് ഏതാണ്? നാലോക്സോൺ. ഓക്കെ, നാലോക്സോൺ. ബെൻസോഡൈസെപ്പിന്റെ ആന്റിഡോട്ടോ? ബെൻസോഡൈസെപ്പിന്റെ ഫ്ലൂമാസെനിൽ. ഓക്കെ, ബെൻസോഡൈസെപ്പിന്റെ ആന്റിഡോട്ട് ഫ്ലൂമാസെനിലാണ്. മോർഫിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് നാലോക്സോൺ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഡൈമർ കാപ്രോൾ, EDTA ഇതെല്ലാം ഹെവി മെറ്റൽസ്, ലെഡ്, ആർസെനിക് ഒക്കെ പോലെയുള്ള ഹെവി മെറ്റൽസിലാണ് ബാക്കിയുള്ളവരെയൊക്കെ ഉപയോഗിക്കുന്നത്. നാലോക്സോൺ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാലോക്സോൺ ഈസ് യൂസ്ഡ് ഫോർ മോർഫിൻ പോയ്സണിങ്. ബെൻസോഡൈസെപ്പിൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഫ്ലൂമാസെനിൽ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ആർ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ഏജൻസ് എക്സെപ്റ്റ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം സൈക്കോട്ടിക് ഏജൻസ് രണ്ട് തരത്തിലുണ്ട്, ടിപ്പിക്കലും ഉണ്ട് എട്ടിപ്പിക്കലും ഉണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. ഇതിനകത്ത് ബാക്കിയെല്ലാം എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ്, ഒരാള് മാത്രമല്ല എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ടിപ്പിക്കലും അറിയണം എട്ടിപ്പിക്കലും അറിയണം. ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ജനറേഷൻ ആണ് ഈ പറയുന്ന ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്, സെക്കൻഡ് ജനറേഷൻ ആണ് എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. സോ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷന് കുറച്ചുകൂടെ സൈഡ് ഇഫക്ട് പ്രൊഫൈൽ കുറവാണ്. ഓക്കെ, കുറച്ചും കൂടെ എക്സ്ട്രാ പിരമിഡൽ സൈഡ് ഇഫക്റ്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. ഓക്കെ, അതേപോലെ തന്നെ അവരുപയോഗിക്കുമ്പോൾ നമുക്ക് യൂഷ്വലി ടിപ്പിക്കൽ ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ പ്രൊലാക്റ്റിൻ സെക്രീഷൻ ഒക്കെ കൂടുതലായിരിക്കും, ആ പ്രൊലാക്റ്റിൻ സെക്രീഷൻ ഒക്കെ കുറയും. ഓക്കെ, സോ എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിന്റെ അകത്ത് വരുന്നതാണ് ക്ലോർപ്രോമാസിൻ, റെസ്പിരിഡോൺ, ഒലാൻസെപ്പിൻ, സിപ്രാസിഡോൺ, അരിപ്പിപ്രസോൾ ഒക്കെ. ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിനകത്ത് വരുന്നതാണ് ക്ലോർപ്രോമാസിൻ, ഹാലോതെയിൻ, ഫെൻഫ്ലുറാസിൻ, പ്രോപറാസിൻ എന്നൊക്കെ പറയുന്നതൊക്കെ ടിപ്പിക്കലാണ്. അപ്പം ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഒരെണ്ണം മാത്രമേ ക്ലോർപ്രോമാസിൻ മാത്രമേ ഉള്ളൂ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്, ബാക്കി എല്ലാം ഫസ്റ്റ് ജനറേഷൻ ആണ്. സിപ്രാസിഡോണും ഒലാൻസെപ്പീനും സിപ്രാസിഡോണും ദെൻ മറ്റേ എരിപ്പിപ്രസോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം എട്ടിപ്പിക്കലാണെന്ന് ആലോചിച്ചോണം. ഓക്കെ, ഇപ്പൊ 4 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ എന്തായിരുന്നു? സോളമൈഡ് ഏത് കാറ്റഗറി ആയിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതായിരുന്നു? ഡയൂററ്റിക് ആണ്, ഗ്ലൂക്കോമൽ ഉപയോഗിക്കും, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർസോ ഓൾ ഓഫ് ദ എബവ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഡോക്സിസൈക്ലിനാണോ, അസിത്രോമൈസിനാണോ, ആംബിസിലിനാണോ? ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദ എബവ്. അടുത്തത് an antidote used to treat morphine poisoning. ഓപ്ഷൻ ബി നാലോക്സോൺ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഓൾ ആർ ടിപ്പിക്കൽ എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് എക്സെപ്റ്റ്. അപ്പൊ നമ്മള് ടിപ്പിക്കൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, എട്ടിപ്പിക്കൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ടിപ്പിക്കലിന്റെ എക്സാമ്പിള് ഹാലോത്തീന്, ക്ലോർപ്രോമാസിൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. സോറി, ഹാലോത്തീൻ അല്ല, ഹാലോപിരിഡോൾ. ഓക്കെ, ഹാലോത്തീൻ ജനറൽ അനസ്തറ്റിക്സിനകത്ത് വരുന്നതാണ്. ഐ എം സോ സോറി. സോ ഹാലോപിരിഡോൾ, ക്ലോർപ്രോമാസിൻ ഒക്കെയാണ് ടിപ്പിക്കലിനകത്ത് വരുന്നത്. എട്ടിപ്പിക്കലിനകത്ത് വരുന്നതാണ് റെസ്പിരിഡോൺ, ഒലാൻസെപ്പിൻ, സിപ്രാസിഡോൺ, അരിപ്പിപ്രസോൾ ഒക്കെ വരുന്നത് ടിപ്പിക്കൽ ന്യൂവർ ഏജൻസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ക്ലോർപ്രോമാസിൻ നമ്മൾ എവിടെയാ യൂസ് ചെയ്യുന്നത്? ക്ലോർപ്രോമാസിൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ്. എന്തിനാണ് ക്ലോർപ്രോമാസിൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ ആന്റിസൈക്കോട്ടിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ടിപ്പിക്കലും എറ്റിപ്പിക്കലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ടിപ്പിക്കൽ ആയിക്കോട്ടെ എറ്റിപ്പിക്കൽ ആയിക്കോട്ടെ രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിസോഫ്രീനിയ, അക്യൂട്ട് മാനിയ, പെട്ടെന്നുള്ള അജിറ്റേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലോർപ്രോമാസിൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ എപ്പിലെപ്സി ഉണ്ട്, മാനിയ ഉണ്ട്, അൽഷിമർ ഉണ്ട്, സ്കിസോഫ്രീനിയ ഉണ്ട്. മാനിയ വെറും മാനിയയിൽ യൂസ് ചെയ്യില്ല, അക്യൂട്ട് മാനിയയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ എ സ്കിസോഫ്രീനിയ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, angiotensin converting enzyme inhibitor is used in which type of hypertension? നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ACE ഉണ്ട്, ARB ഉണ്ട്. സോ ACEക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? ക്യാപ്റ്റോപ്രില്, എൻലാപ്രില്, രാമിപ്രില് ഇതൊക്കെയാണ് വരിക. ഓക്കെ, സോ ACE ഉണ്ട്, ARB ഉണ്ട്. ARBക്കകത്ത് വരുന്നത് സാർട്ടൻ, വാൽസാർട്ടൻ, ടെൽമിസാർട്ടൻ, ലോസാർട്ടൻ ഇതൊക്കെ ARBയും. ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, രാമിപ്രിൽ, ലാസ്റ്റ് പ്രില്ല് വരുന്നതെല്ലാം എന്താ? ACE ഇൻഹിബിറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, സോ ACE എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്യാപ്റ്റോപ്രിൽ. നെക്സ്റ്റ് വൺ, മ്യൂക്കോസൽ ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ. സോ മ്യൂക്കോസൽ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്?
മ്യൂക്കോസൽ കൂടുതലുള്ള എവിടെയാ? ഇപ്പൊ ലോസഞ്ചസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മ്യൂക്കോസൽ ഒരു സൂത്തനിങ്ങിന് വേണ്ടിയിട്ടാന്ന് പറയും അല്ലെ. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ആപ്ലിക്കേഷൻ ഇൻ ദ ത്രോട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണേ. നെക്സ്റ്റ് വൺ, പ്രോട്ടോസോസൈഡ് ഈസ് യൂസ്ഡ് ഇൻ ദ അമീബിയാസിസ് ആൻഡ് വിച്ച് ഈസ് ദ ഡ്രഗ് എന്നാണ് ചോദിക്കുക. സോ പ്രോട്ടോസോവ അറിയാലോ, പ്രോട്ടോസോവേനെ സൈഡ് എന്ന വേർഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കില്ല് ചെയ്യുന്നത്. സോ പ്രോട്ടോസോവേനെ കില്ല് ചെയ്യുന്ന അമീബിയോസിസ് ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സോ എന്തായാലും കാർബിമസോളും മെത്തിമസോളും അല്ല. കാർബിമസോളും മെത്തിമസോളും എന്താണ്? കാർബിമസോളും മെത്തിമസോളും രണ്ടും ആന്റി തൈറോയിഡ് മെഡിക്കേഷൻസ് ആണ്. ഓക്കെ, ടെട്രാസൈക്ലിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. ടിനിഡസോൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ ആന്റി പ്രോട്ടോസോവൽ ഏജന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ഓറൽ സൾഫൈൽ യൂറിയ യൂസ്ഡ് ഇൻ ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, സോ ഓറൽ സൾഫൈൽ യൂറിയ ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ഏതാണ് എന്നാണ് ചോദ്യം. മെറ്റ്ഫോർമിൻ, ഫെൻഫോർമിൻ, ഗ്ലിക്കാസൈഡ്, മെഗ്ലിറ്റോൾ. ഓക്കെ, സൾഫൈൽ യൂറിയാസ് അറിയാലോ, നമ്മൾ ഡയബറ്റിസ് മെലിറ്റസിനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഡയബറ്റിസ് മെലിറ്റസ്? ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവലിനെയാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. സോ ഓറൽ സൾഫൈൽ യൂറിയാസ്, ഗ്ലിമിപ്രൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിക്ലാസൈഡ് ഒക്കെയാണ് ഓറൽ സൾഫൈൽ യൂറിയാസ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ 1 മെറ്റ്ഫോർമിൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ബിഗ്വനൈഡ്സ്. കാറ്റഗറി ഏതാണ്? ബിഗ്വനൈഡ്സ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? ആരുടെ അനക്കയില്ലാത്തോണ്ടാണ്. ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, സോ ഓറൽ സൾഫൈൽ യൂറിയാസിനകത്ത് വരുന്നതാണ് ഗ്ലിക്കാസൈഡ്. ഇനി ഓപ്ഷനിൽ ഗ്ലിമിപ്രൈഡോ അല്ലെങ്കിൽ ഗ്ലിമിപ്രൈഡ്, ഗ്ലാറ്റിസൈഡ് ഒക്കെ വരികയാണെങ്കിലും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഡയബറ്റിസ് മെലിറ്റസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു, ബ്ലഡ് ഷുഗർ ലെവലിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ബ്ലഡ് ഷുഗർ ലെവലില് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയാണോ നമ്മൾ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. സോ ഹൈപ്പർ ഗ്ലൈസീമിയ, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഹൈപ്പോകാൽസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിക്രീസ്ഡ് കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. So option, 10th question, diabetes mellitus is characterized by hyperglycemia അല്ലെങ്കിൽ increased blood glucose level. Next question, entrance of a drug into blood circulation is. ബ്ലഡ് സർക്കുലേഷനിലേക്ക് ഡ്രഗ് കയറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? അബ്സോർപ്ഷൻ. ഓക്കെ, ബ്ലഡിൽ നിന്ന് ബോഡിയിലെ മറ്റ് ഓർഗൻസിലേക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ. ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്ന മെത്തേഡാണ് എക്സ്ക്രീഷൻ. ഓക്കെ, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക്കൽ ഇങ്ങനെ എന്താ പറയുക, എവിടെയെങ്കിലും ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ടോപ്പിക്കലായിട്ട് ഏറ്റവും പുറം ഭാഗത്ത് മാത്രം വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വൺ, അഡ്രിനാലിൻ is given in bronchial asthma by. അഡ്രിനാലിൻ ബ്രോങ്കിയൽ ആസ്മയിൽ IV ആണോ, ഓറൽ ആണോ, ഇഞ്ചക്ഷൻ ആണോ, എങ്ങനെയാ കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സബ്ക്യൂട്ടേനിയസ്, ജസ്റ്റ് ബിലോ ദ എപ്പിഡെർമിസ്. സബ്ക്യൂട്ടേനിയസ് ലെയർ ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ലെയറിലാണ് നമ്മൾ അഡ്രിനാലിൻ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈയൂററ്റിക്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസറ്റസോളുമായി ഡിസ്കസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഡൈയൂററ്റിക് എന്ന് പറഞ്ഞ ഡ്രഗ് വിച്ച് ആർ യൂസ്ഡ് ടു ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ. അപ്പൊ ഫ്ലോസിമൈഡും സ്പൈറോലാക്ടോണും ഫ്ലോർതയോണും ഇവരെല്ലാവരും എന്ത് തന്നെയാണ്? ഓൾ ദീസ് ആർ ഡൈയൂററ്റിക്സ്. ഇവരെല്ലാവരും ഡൈയൂററ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെത്തോട്രക്സേറ്റ്. നമ്മൾ ആന്റി ക്യാൻസർ ഏജൻസ് ഒക്കെ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കും. മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന ഏജന്റ് ഒരു ആന്റി മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ,
ആന്റി മലേറിയൽ അല്ല, പർഗേറ്റീവ് അല്ല, ആന്റിസെപ്റ്റിക് അല്ല. മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്നത് ഒരു ആന്റി മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ, ആന്റി മെറ്റബോളൈറ്റ്. നെക്സ്റ്റ് വൺ, മയസ്തീനിയ ഗ്രാവിസ് ഇസ് ഡയഗ്നോസ് ബൈ. എന്താ മയസ്തീനിയ ഗ്രാവിസ് എന്ന ഡിസീസ് എന്ന് ആദ്യം ആലോചിക്കുക. നമ്മുടെ മസിൽസും ബ്രെയിനിലെ നെർവ്സും തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് മയസ്തീനിയ ഗ്രാവിസ്. മയസ്തീനിയ ഗ്രാവിസ് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ ഏത് ഡ്രഗ് ആണ്? അട്രോപ്പിൻ ആണോ, എഡ്രോഫോണിയം ആണോ, പാൻകുറോണിയം ആണോ, ഡോണഫിസിൽ ആണോ എന്നാണ് ചോദ്യം. ഉത്തരം എഡ്രോഫോണിയം ആണ് കേട്ടോ. എഡ്രോഫോണിയം ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ ഡൈറ്റസ്റ്റ് പോലെ ആക്ട് ചെയ്യും. അപ്പം ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ആ ബ്രെയിനും നമ്മുടെ മസിൽസും തമ്മിൽ കോർഡിനേഷൻ വിടുന്നതെന്ന് അറിയുന്നതാണ് എഡ്രോഫോണിയം ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, മറക്കല്ലേ. ചോദിച്ചിട്ടുണ്ട് മൈസ്തീനിയ ഗ്രാവിസിന് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് എൻ ഇറിറ്റന്റ് പർഗേറ്റീവ്? ഒരു സംശയം വേണ്ട, ഇറിറ്റന്റ് ആയിട്ട് ബവൽ ക്ലിയറൻസ് നടത്തുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. ലിക്വിഡ് പാരഫിനും മഗ്നീഷ്യം സൾഫേറ്റും ബിസാക്കോഡയിലും ഒക്കെ പർഗേറ്റീവ് ആക്ഷൻ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കാസ്റ്റർ ഓയിൽ ആണ്. ഓപ്ഷൻ ബി, ഇറിറ്റന്റ് പർഗേറ്റീവ് എന്ന് ചോദിച്ചുകൊണ്ടാണ് കാസ്റ്റർ ഓയിൽ. ബിസാക്കോഡയിൽ എന്ന് പറയുന്ന ഡ്രഗിന്റെ ബ്രാൻഡ് നെയിം പറയാവോ? ബ്രാൻഡ് നെയിം ചോദിക്കുവേ. ബിസാക്കോഡയിൽ എന്ന ഡ്രഗിന്റെ ബ്രാൻഡ് നെയിം അറിയാമോ? എല്ലാ ജെർബിസ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ബിസാക്കോഡലിന്റെ ബ്രാൻഡ് നെയിം ജെർബിസിയ. അങ്ങനെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഫാർമസിയിലൊക്കെ നിൽക്കുന്ന സമയം മാക്സിമം കണ്ടന്റ് നോക്കി പോവാ. നെക്സ്റ്റ് വൺ ഇസ് അമൈൽ നൈട്രേറ്റ് പേൾസ് ആർ അഡ്മിനിസ്റ്റേർഡ് ബൈ. അമൈൽ നൈട്രേറ്റ് പേൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സബ്ലിംഗുവൽ ആയിട്ടൊക്കെ വെക്കുന്ന നൈട്രോഗ്ലിസറിൻ ഇല്ല, അത് തന്നെയാ സാധനം. പക്ഷെ അതിനെ അമൈൽ നൈട്രൈൽ പേൾസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻഹലേഷനിലായിട്ടാട്ടോ എടുക്കുക. ഓപ്ഷൻ ഡി ആൻസർ, ഇൻഹലേഷൻ ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലോക്കൽ അനസ്തറ്റിക് ഏജന്റ്. സോ നമ്മൾ ജനറൽ അനസ്തറ്റിക്കും ലോക്കൽ അനസ്തറ്റിക്കും പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സിലബസിനകത്ത് ജനറൽ അനസ്തറ്റിക് മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷെ ലോക്കലും അറിയണം. എന്നാൽ മാത്രമേ ഒരു ചോദ്യം വന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ലോക്കലും ജസ്റ്റ് ഒന്നൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സോ ഈ ലോക്കൽ അനസ്തറ്റിക് ഏജന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈതറാണോ, സൈക്ലോപ്രോപ്പൈൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ? നൈട്രസ് ഓക്സൈഡ് എന്താ? ഇന്നത്തെ ക്ലാസ്സിൽ കയറി എല്ലാവർക്കും അറിയാം. നൈട്രസ് ഓക്സൈഡ് എന്താണ്? ഏതാ? ലാഫിംഗ് ഗ്യാസ്. നൈട്രസ് ഓക്സൈഡിന്റെ കാറ്റഗറി ഏതാണ്? ജനറൽ അനസ്തറ്റിക്കിന്റെ അകത്ത് ഗ്യാസ് അല്ലെ, ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവുക. സോ ലാഫിംഗ് ഗ്യാസ് ആണ്, കളർലെസ് ആണ്. നമ്മൾ ഒരുപാട് സ്പെസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. സോ ലോക്കൽ അനസ്തറ്റിക് ഏജന്റിന്റെ അകത്ത് പ്രൊക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ് അല്ലെങ്കിൽ ലിഗ്നോക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും ഉത്തരം. ലോക്കൽ അനസ്തറ്റിക് ഏജന്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രൊക്കെയിൻ ആണ്. ഓക്കെ, ഈതർ എന്താണ്? ഡൈ ഈതയിൽ ഈതർ എന്താണ്? ജി എ അല്ല, ജനറൽ അനസ്തറ്റിക് ഇന്നലെ പഠിച്ചതേ ഉള്ളൂ, നമ്മൾ വോളറ്റൈൽ ലിക്വിഡിനകത്ത് പഠിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂറോക്വിനോൾസ് ആർ എക്സലന്റ് ഏജന്റ്സ് ഫോർ. ഫ്ലൂറോക്വിനോൾസ് എന്തിനാ ഉപയോഗിക്കുന്നത്? They are used for UTI infections. UTI infectionsനാണ് നമ്മൾ ഫ്ലൂറോക്വിനോൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എനലാപ്രിൽ മാലിയേറ്റ് ഈസ് ആൻ. സോ ഞാൻ പറഞ്ഞു രാമിപ്രിൽ, എനലാപ്രിൽ, ക്യാപ്റ്റോപ്രിൽ, അതൊക്കെ എന്താ? All these are anti-hypertensive agents. Okay, so ലാസ്റ്റ് പ്രില്ല് കണ്ടാൽ തന്നെ ആലോചിക്കണം അവരെന്താണ്? അവർ AC ആണ്. AC ആയിട്ടുള്ള ഏജൻസും ARB ആയിട്ടുള്ള ഏജൻസും നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, എൻലാപ്രിൽ മാലിയേറ്റ് ഈസ് ആൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ്. Next question, drug used against active rheumatoid arthritis. ഓപ്ഷന്റെ അകത്ത് സൾഫാസാലസീൻ ഉണ്ട്, സെലിക്കോക്സിബ് ഉണ്ട്, ലെഫ്ലുനോമൈഡ് ഉണ്ട്, മെത്തോട്രക്സേറ്റ് ഉണ്ട്. ഇവരെ 4 പേരെയും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, 4നെയും ഉപയോഗിക്കും. സെലിക്കോക്സിബ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? പെയിൻ കുറയ്ക്കാൻ. ലെഫ്ലുനോമൈഡും മെത്തോട്രക്സേറ്റും നമ്മൾ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ,
നമ്മളുടെ ചോദ്യം എടുത്തു വായിക്കുക. എഗൈൻസ്റ്റ് ആക്റ്റീവ് ആറേ. ആക്റ്റീവ് ആറേക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൾഫ ഏജന്റ് ആയിട്ടുള്ള സൾഫാസാലസീൻ ആണ്. ഓപ്ഷൻ എ ആണ് അതിനുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം. ആൻ എക്സാമ്പിൾ ഓഫ് ലോ എക്സ്ക്രീറ്റിംഗ് ഡ്രഗ്. ഓക്കെ, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന അതിൽ ഏറ്റവും കുറവ് എക്സ്ക്രീഷൻ ഉള്ള ഡ്രഗ് ഏതാണ്? പാരാമിനോ ഹിപ്പറേറ്റ്, പെനിസിലിൻ, ഗ്ലൂക്കോറോനൈഡ്, ഇൻസുലിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇൻസുലിൻ എവിടെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക? ഇൻസുലിൻ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലെ. ഇൻസുലിന്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞു തരാം. ഈ സബ്ക്യൂട്ടേനിയസ് ലെയറിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഡ്രഗ് പെട്ടെന്ന് ബോഡിയിലേക്ക് സ്പ്രെഡ് ആവില്ല. അതിനെ ഡീപോട്ട് പ്രിപ്പറേഷൻ ആയിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. പതിയെ പതിയെ ആയിരിക്കും അത് എന്ത് ചെയ്യുക, ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻ എക്സാമ്പിൾ ഓഫ് ലോ എക്സ്ക്രീറ്റിംഗ് ഡ്രഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻസുലിൻ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ഹൈപ്പർ ടെൻഷൻ ഈസ് ട്രീറ്റഡ് ബൈ വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്. സോ ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, പ്രൊപ്പൻലോൾ ഉണ്ട്, അഡ്രിനാലിൻ ഉണ്ട്, ഡിഗോക്സിൻ ഉണ്ട്, ക്വിനിഡീൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആന്റി ഹൈപ്പർടെൻസീവ്സ് പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആവും. ആന്റി ഹൈപ്പർടെൻസീവിനകത്ത് വരുന്നതാണ് ACE, ARB, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ. സോ പ്രൊപ്പൻലോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പൻലോൾ ഈസ് എ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമിപിറാമിൻ, മെപ്പിറാമിൻ. ഓക്കെ, ഇമിപ്പിറാമിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആന്റി ഡിപ്രസന്റ് ആണ്. ഓക്കെ, ആന്റി ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ഓക്കെ, ഡിപ്രസന്റ് അല്ല, ആന്റി ഡിപ്രസന്റ് ആണ് ഇമിപ്പിറാമിൻ. ഓക്കെ, സോ ട്രയാങ്കുലൈസർ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പൊ അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലൂ ഒക്കെ ഇട്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത് കണ്ടോ, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ആന്റി കൺവൾസൻസിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആന്റി കൺവൾസൻസിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തിട്ട് അറിയാവുന്ന ഒരു ആന്റി കൺവൾസൻ, സീഷറിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് പറഞ്ഞു. എല്ലാവരും ഉറക്കത്തിലാണോ? ഫെനിറ്റോയിൻ, ദെൻ സോഡിയം വാൽപൊറേറ്റ്. കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ, സോ ഇമിപ്രാമിൻ. ഹലോ, ആരും കേൾക്കുന്നില്ല? എനിക്ക് ഓഡിബിൾ തിരിച്ചു വരുന്നില്ലല്ലോ വോയിസ്. കേൾക്കുന്നുണ്ട്. ഇന്ന് ആരൊക്കെയുണ്ട്? ഗോപിക, അഞ്ജന, സുകന്യ. ബാക്കി ആരും ഇല്ല അല്ലെ? നമുക്ക് ഇന്ന് ഗ്രൂപ്പിൽ ഈ രാവിലെ കയറാത്തവരൊക്കെ ഒന്ന് പിടിക്കണം. ഓക്കെ, സോ ഇമിപ്പിറാമിൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഡിപ്രസന്റ് ആണ്. ഓക്കെ, ഇമിപ്പിറാമിൻ ഈസ് എൻ ആന്റി ഡിപ്രസന്റ്. ഓക്കെ, അപ്പൊ ആനലെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആനലെപ്റ്റിക് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആണ്. ഓക്കെ, സോ ഡോക്സാപ്രാം അല്ലെങ്കിൽ ആംഫിറ്റമൈൻ എന്നൊക്കെ പറയുന്നത് സ്റ്റിമുലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അനലെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരും. ഡോക്സാപ്രാം അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ആംഫിറ്റമൈൻ ഏത് ഏജന്റ് ആണ്? സ്റ്റിമുലന്റ് ആണോ എന്നൊക്കെ ചോദ്യം വരാം കേട്ടോ. സോ ഇപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇമിപ്രാമിൻ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്? ആന്റി ഡിപ്രസന്റ്. നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം തിരിച്ചു മനസ്സിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഒരു 30 ചോദ്യങ്ങൾ വരെ ഫാർമക്കോളജി നമുക്ക് ഇന്ന് നോക്കണം. അതേപോലെ ഇന്ന് നമ്മൾ പഠിച്ച 2-3 ചോദ്യങ്ങൾ നമുക്ക് ഇത്രയും MCQ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ 2-3 ചോദ്യങ്ങൾ ഇന്നലെ പഠിച്ച തിയറിന്ന് തന്നെ വന്നിരുന്നു അല്ലെ. സോ അടുത്തത് നോക്കാം. നെക്സ്റ്റ് 25. Cinchona alkaloid is used in cardiac arrhythmia as. So quinine ഉണ്ട്, quinidine ഉണ്ട്, cinchonidine ഉണ്ട്, all of the above ഉണ്ട്. സോ സിൻകോണ ആൽക്കലോയിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വിനിഡീൻ ആണ് കേട്ടോ. അത് കാർഡിയാക് അരിത്മിയ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാർഡിയാക് അരിത്മിയ എന്ന് പറഞ്ഞാൽ എന്താ? ലപ് ഡപ്പ് അങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുക അല്ലെ. ലപ് ഡപ്പ് അങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുക. പക്ഷെ കാർഡിയാക് അരിത്മിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ട് ഹാർട്ടിന്റെ റിതം വരുന്ന കേസിനെയാണ് നമ്മൾ കാർഡിയാക് അരിത്മിയാസ് എന്ന് പറഞ്ഞാൽ വെറുതെ ചെറവറാന്ന് ഇങ്ങനെ ഒരു നോർമലൈസ്ഡ് അല്ലാത്ത രീതിയിൽ ഹാർട്ട് ബീറ്റ് ചെയ്യും. അതാണ് കാർഡിയാക് അരിത്മിയ.
നെക്സ്റ്റ് വൺ, എ മയോട്ടിക് ഡ്രഗ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമ. മയോട്ടിക് ഏജൻസ്, ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണിലെ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്ന കണ്ടീഷനാണ് ഗ്ലൂക്കോമ. സോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മയോട്ടിക് ഡ്രഗ് പൈലോ കാർപ്പിൻ ആണ്. ഓപ്ഷൻ സി. ക്ലോറോക്വിൻ അല്ല, എഫിഡ്രിൻ അല്ല, ആംഫിറ്റമൈൻ അല്ല. ക്ലോറോക്വിനൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? ക്ലോറോക്വിൻ, ഹൈഡ്രോക്സൈഡ് ക്ലോറോക്വിൻ, മലേറിയ. ആംഫിറ്റമൈൻ എന്തായിരുന്നു? ആംഫിറ്റമൈൻ ഒരു സ്റ്റിമുലന്റ് ആയിരുന്നു, അനലെപ്റ്റിക് ആയിരുന്നു അല്ലെ. ഇനി എഫിഡ്രിൻ എന്തായിരുന്നു? എഫിഡ്രിൻ എവിടെയാ ഉപയോഗിക്കണേ? സ്റ്റിമുലന്റ് ആയിട്ട്, റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ടൊക്കെ നമുക്ക് എഫിഡ്രിൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ എഫിഡ്രിന്റെ കഫ് സപ്രഷനും ഉള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ സി പൈലോകാർപ്പിൻ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ 27, ഡിജിറ്റാലിസ് ഈസ് യൂസ്ഡ്. ഈ ചോദ്യം എളുപ്പം എഴുതാൻ പറ്റണം, കാരണം കോഗ്നോസി പഠിക്കുമ്പം നമ്മൾ ഡിഗോക്സിൻ ഡിജിറ്റോക്സിൻ ഒക്കെ പഠിക്കുന്നതാണ്. ഡിഗോക്സിനും ഡിജിറ്റോക്സിനും എന്താണ്? രണ്ട് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന് ഉപയോഗിക്കുന്ന ഏജൻസ് ആണ്. ഓക്കെ, കാർഡിയാക് ഫെയിലിയറിന് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഡിഗോക്സിനും ദെൻ ഡിജിറ്റാലിസ്, ഡിഗോക്സിൻ അല്ലെ ഡിജിറ്റോക്സിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആലോചിക്കണം. ഇതെല്ലാം കാർഡിയാക് ഫെയിലിയറിനെ നമ്മൾ ഡിജിറ്റാലിസ് ഏജൻസ് ഉപയോഗിക്കുള്ളൂ. കാരണം ദേ ആർ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സിലുള്ള ആൾക്കാരാണ്. വളരെ കുറച്ച് മാത്രമേ സേഫ് പ്രൊഫൈൽ ആയിട്ടുള്ളൂ. പക്ഷെ അവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഹാർട്ട് ഫെയിലിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, MI എന്താണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഹൈപ്പർ ടെൻഷൻ എന്താണ്? BP കൂടുന്ന അവസ്ഥ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. സോ ഇറ്റ് ഇസ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ തന്നെ ഹയർ വേർഷൻ. സോ 27 ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ED50. ED50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇഫക്റ്റീവ് ഡോസ്. ഒരു ഡ്രഗ് അതിന്റെ 50% ആകുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഇഫക്റ്റീവ് ഡോസിനെയാണ് ED50 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എഫിഷ്യൻസി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, പൊട്ടൻസി ഉണ്ട്, ടോക്സിറ്റി ഉണ്ട്. സോ ഈ ഇഫക്റ്റീവ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എ, ഈ എഫിഷ്യൻസി ചിലപ്പോൾ ആൻസർ ആണെന്ന് തോന്നാം, പക്ഷെ അല്ല. ED50 നമ്മൾ നോക്കുന്നത് ഒരു ഡ്രഗ് എത്ര പൊട്ടന്റ് ആണെന്നാണ് നോക്കുന്നത് കേട്ടോ. സോ 28ന്റെ ഓപ്ഷൻ സി ആണ്, പൊട്ടൻസി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററീസ്. ഓക്കെ, സോ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏജന്റ് ഏതാണ്? സ്ട്രെപ്റ്റോകൈനേസ്. ഇതെല്ലാം നമ്മൾ ആ ഒരു കാർഡിയോവാസ്കുലർ ഏജൻസിന്റെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏജന്റ് കേട്ടോ. സോ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആണ് ഓപ്ഷൻ എ, സ്ട്രെപ്റ്റോകൈനേസ്. നെക്സ്റ്റ് വൺ, IV ജനറൽ അനസ്തെറ്റിക് ഈസ്. ഇത് ആൻസർ ചെയ്യാൻ പറ്റും, ഇന്നലെ നമ്മൾ പഠിച്ചത്. IV ഏജന്റ് ഏതാ ഇതിനകത്ത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഫീനോ ബാർബിറ്റോൺ ആണോ, നൈട്രിക് ഓക്സൈഡ് ആണോ, അതോ ഹാലോതെയ്ൻ ആണോ? ഏതാ? പറ.